എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാനെ കാണാൻ പോയി ചവിട്ട് കൊണ്ട് ചാവുക, ഇഷ്ടപ്പെട്ട നടനെ കാണാൻ പോവുക, ചവിട്ട് കൊണ്ട് ചാവുക, ഇഷ്ടപ്പെട്ട കളിക്കാരെ കാണാൻ പോവുക, ചവിട്ട് കൊണ്ട് ചാവുക. ജനസംഖ്യ 146 കോടി ഉള്ളതിനാൽ ഇതൊന്നും നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രധാന വാർത്തയുമല്ല. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ജൂൺ 29 പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ചവിട്ട് കൊണ്ട് ഭരിച്ച 3 സാധാരണ പൗരർ നമ്മുടെ ഭാരതനാട്ടിലും കേരളത്തിലും പ്രധാന വാർത്ത ആകാഞ്ഞത്. 50ഓളം പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലുമുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രം എന്നാൽ ലോകത്തിലെ ഏറ്റവും അധികം യാചകർ ഒത്തുകൂടുന്ന ഒരമ്പലമാണ്. അമ്പലത്തിൻ്റെ ഉമ്മറത്തുള്ള അതിവിശാലമായ ഒരു മരരഹിത പ്രദേശത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് തോന്നുക വടക്കേ ഇന്ത്യയിലെ ദരിദ്രർ മൊത്തമായി വന്ന് ഇവിടെ യാചിക്കാനിരിക്കുന്നുണ്ടോ എന്നാണ് തോന്നുക. എനിക്ക് തോന്നുന്നത് അവർ കുടുംബമായി ഫുൾ ടൈം അവിടെ താമസം എന്നാണ്. അമ്പലങ്ങളിലേക്ക് ചിലപ്പോഴൊക്കെ നല്ല മനസ്സലിവുള്ള മനുഷ്യരും വരുമല്ലോ, അവർ കൊടുക്കുന്ന എന്തെങ്കിലും അതിലാണ് അവരുടെ ഒരു പ്രതീക്ഷ. ദാനധർമ്മികൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, പല വിധത്തിലുണ്ടവർ. ചിലർ നിരുപദ്രവമായ ചില കണക്കുകൂട്ടലുകൾ നടത്തിയാണ് ഈ ഭിക്ഷ കൊടുക്കുക. താൻ നിരന്തരം ചെയ്യുന്ന പുണ്യം ഏതോ ദൈവം CCTV വെച്ച് കാണുന്നുണ്ട്. പുള്ളിയുടെ പുണ്യപാപ പുസ്തകത്തിൽ അത് കൃത്യമായി വരവയ്ക്കും. മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ബാലൻസും ബോണസും കൂട്ടി എല്ലാം ദൈവം മടക്കിത്തരും. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ, അതാണ് അവരുടെ ഒരു മുദ്രാവാക്യം. ഇങ്ങനെയൊന്നും അല്ലാത്തവരുമുണ്ട്. മാ ഫലേഷു കഥാചനക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം. അവർ ഫലം ഇച്ഛിക്കുന്നില്ല, കർമ്മം ചെയ്യുന്നു, വെറുതെ പറയുന്നതാണ്. സത്യത്തിൽ പന്നിയെ വെടിവെക്കാൻ പോയ പോലെയാണ്. കാട്ടിൽ പന്നിയെയും തപ്പി വൈകുന്നേരം വരെ അരഞ്ഞു നടന്നു, പക്ഷെ പന്നിയെ കണ്ടില്ല. അവസാനം കാട്ടിലേക്ക് ഒരു വെടി വെച്ചിട്ട് ഇങ്ങനെ പറയും, ഒരു വെടി വെച്ചിട്ടുണ്ട് കേട്ടോ, പന്നി വരുമ്പോൾ കൊള്ളട്ടെ. ഇത്തരം ടൈപ്പ് ഭക്തന്മാർ ലക്ഷോപലക്ഷമായി ദർശനത്തിന് വരുന്നത് കൊണ്ടാണ് ഈ യാചകരൊക്കെ കഞ്ഞി കുടിച്ചു പോകുന്നത്. ഒപ്പം അതിദാരിദ്ര്യ സ്റ്റേറ്റായ ഒറീസയിലെ പുരി ക്ഷേത്രം അന്തസ്സോടെ നിലകൊള്ളുകയും ചെയ്യുന്നു. ഒരുപാട് യുക്തിവാദികൾക്കും ജന്മം കൊടുത്ത അമ്പലമാണിത്. ഭക്തരിൽ തലയ്ക്ക് വെളിവുള്ള അപൂർവം ചിലരിലാണ് അത്തരമൊരു പരിവർത്തനം സംഭവിക്കുക. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭൂലോക രക്ഷകന് എന്തെങ്കിലും ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ ഈ യാചകർ ഇവിടെ വന്ന് തമ്പടിച്ച് താമസിക്കുമായിരുന്നു എന്ന ഒരു സ്പാർക്ക്. ആ സ്പാർക്കിൽ ആദ്യം അയാളൊരു സംശയാലു ആയി മാറും, അല്ലെങ്കിൽ ഒരു സംശയാലു അവിടെ ജനിക്കും. ആ സംശയാലു പിന്നെ ഒരു കാലത്തും ചുവാവില്ല, അവന് യുക്തിവാദിയായി തീർന്നിരിക്കും. ജൂൺ 29 എന്താണ് അവിടെ സംഭവിച്ചത്? പുരിയിൽ ഏറ്റവും പ്രസിദ്ധം ഓരോ വർഷത്തിലും നടക്കുന്ന രഥോത്സവമാണ്. ഈ ആചാരത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ടെന്ന് ഹിന്ദു പൗരോഹിത്യം അവകാശപ്പെടുന്നു. നമുക്കതിൽ തർക്കമില്ല. ജൂൺ ജൂലൈ മാസങ്ങളിലായി 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഇവൻ്റാണ് ഈ രഥോത്സവം. ഭഗവാന്മാരുടെ രഥങ്ങളിലുള്ള സഞ്ചാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ 9 ദിവസമാണ് പ്രധാനപ്പെട്ടത്. അവിടുത്തെ ഭഗവാൻ ജഗന്നാഥനാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. പുള്ളിയും സഹോദരനായ ബലഭദ്രനും പെങ്ങളായ സുഭദ്രയുമാണ് രഥങ്ങളിൽ സഞ്ചരിക്കുന്നത്. എങ്ങോട്ടാണ് അവരുടെ പോക്ക്? അതിപ്പോൾ നമ്മൾ വെക്കേഷൻ ആയാൽ എങ്ങോട്ടൊക്കെയാണ് പോവുക, അവിടേക്കാണ് നമ്മുടെ ദൈവവും പോവുക, അല്ലാണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് പോക്കൊന്നുമില്ല. ഒറീസക്കാർക്ക് അമ്മയുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അതാണ് വലിയ ഇഷ്ടമുള്ള കാര്യം എന്ന് നമുക്ക് കരുതാം. അതുകൊണ്ടായിരിക്കും നമ്മുടെ ദൈവമായ ജഗന്നാഥനും ഈ പണി ചെയ്യുന്നത്. അദ്ദേഹം സ്വന്തം ചേട്ടനെയും പെങ്ങളെയും കൂട്ടി അമ്മായിയുടെ വീട്ടിലേക്ക് പോകുന്നു. അമ്മായിയുടെ പേരാണ് ഗുണ്ടിജ. അമ്മായിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഗുണ്ടിജയുടെ ക്ഷേത്രം. ഭീമാകാരങ്ങളായ രഥങ്ങളിലാണ് അവരുടെ യാത്ര. 2 കിലോമീറ്ററും 800 മീറ്ററുമാണ് ഈ അമ്മായിയുടെ വീട്ടിലേക്കുള്ള ദൂരം. എങ്കിലും ഇഴഞ്ഞിഴഞ്ഞ് അത് പോവുക. അതുകൊണ്ട് 2ാമത്തെ ദിവസമേ അവിടെ എത്തുകയുള്ളൂ. ഈ രഥത്തിൽ പുതിയൊരു ടയറും എഞ്ചിനും പിടിപ്പിച്ചിരുന്നെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താമായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു ത്രില്ലില്ല. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നതിലാണ് ഒരു ത്രില്ല്. ആ ത്രില്ലുള്ളതിനാലാണ് ആ യാത്ര കാണാൻ ഏകദേശം 5 ലക്ഷം ഭക്തർ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഒരു 3 കിലോമീറ്റർ പരിധിയിൽ തമ്പടിക്കുന്നത്. അമ്മായിയുടെ വീട്ടിലെത്തിയ സഹോദരന്മാർ 7 ദിവസം അവിടെ കൂടും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കൃഷ്ണഭഗവാന്റെ കാര്യം. ഒറീസയിലായാലും ബംഗാളിലായാലും നേപ്പാളിലായാലും അദ്ദേഹത്തിന് വൃന്ദാവനവും രാസലീലയും ഒക്കെ നിർബന്ധമാണ്. അത് ആൾക്ക് മറക്കാൻ കഴിയില്ല. അമ്മായിയുടെ വീടാണ് അദ്ദേഹത്തിൻ്റെ വൃന്ദാവനം. ദേവദാസികളാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഗോപികമാർ.
മതിമുഖീരായതൊക്കെ അവിടെ കാണും. അവരോടൊപ്പം അടിച്ചു പൊളിച്ച് 7 days. അതിനായി അദ്ദേഹം ചെയ്യുന്ന ഒരു കടുങ്കയുണ്ട്. ഭാര്യയായ ലക്ഷ്മി ദേവിയെ പ്രധാന ക്ഷേത്രത്തിലിട്ട് പൂട്ടും എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. അതായത് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഭാര്യയായ ലക്ഷ്മി ദേവിയെ ജഗന്നാഥ ക്ഷേത്രത്തിലിട്ട് പൂട്ടും. എന്നിട്ട് അദ്ദേഹം സിബിലിങ്സുമായി ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് പോകും. ഒരു പ്രിക്കോഷൻ എടുക്കുന്നു എന്ന് മാത്രം. അതായത് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഭാര്യയുമായി അന്യ സ്ത്രീകളുടെ അടുത്ത് പോകാൻ ജഗത്തിൻ്റെ നാഥന് പോലും ധൈര്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ്. ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ ദൃഷ്ടാന്തം കണ്ടെത്താൻ കഴിയൂ. ജഗന്നാഥൻ എത്തുന്നതോടെ ഗുണ്ടിച്ച ക്ഷേത്ര പരിസരം വൃന്ദാവനമായി മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന രാസലീലകൾ, ക്രീഡകൾ എല്ലാത്തിനു ശേഷം ജഗന്നാഥൻ പ്രധാന ക്ഷേത്രത്തിലേക്ക് മടങ്ങും. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ദേവി പൂട്ടൊക്കെ പൊട്ടിച്ച് സ്വതന്ത്രയായിട്ടുണ്ടാവും. അവർ ഭഗവാനെ സ്വീകരിക്കാൻ ക്ഷേത്ര കവാടത്തിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ദേവിയുടെ കൈക്കുടന്ന് നിറയെ ഒരു മാന്ത്രിക പൊടി ഉണ്ടായിരിക്കും. ആ മാന്ത്രിക പൊടി എറിഞ്ഞാണ് കൃഷ്ണ ഭഗവാനെ ദേവി സ്വാഗതം ചെയ്യുക. എന്താണ് ആ പൊടി എറിയലിൻ്റെ രഹസ്യം? എന്തിനാണ് ആ പൊടി? കൃഷ്ണൻ 7 ദിവസം അവിടെ ദേവദാസിമാരോടൊപ്പമാണല്ലോ കഴിഞ്ഞത്. അതിൻ്റെ ഹാങ് ഓവറും കൊണ്ട് ഇവിടെ വന്ന് ക്ഷേത്രത്തിലിരുന്നാൽ ഡെയിലി ഡ്യൂട്ടീസിന് ഭംഗം വരും. അത് സംഭവിക്കരുത്. കഴിഞ്ഞ ഒരാഴ്ചത്തെ ഓർമ്മകൾ കൃഷ്ണ ഭഗവാനിൽ അവശേഷിക്കാൻ പാടില്ല. നമുക്കറിയാം അൽഷിമേഴ്സ് എന്ന രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. എങ്കിലും അൽഷിമേഴ്സ് ഉണ്ടാക്കാനുള്ള മരുന്ന് ആർഷഭാരതത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ദേവി എറിഞ്ഞ ആ പൊടി. ആ പൊടിയിൽ കുളിച്ചാൽ ജഗന്നാഥ ഭഗവാൻ ഏകദേശം അദ്ദേഹത്തിന് ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് അൽഷിമേഴ്സ് വരും. കഴിഞ്ഞ ആഴ്ച നടന്ന ക്രീഡകൾ അദ്ദേഹം മറക്കുകയും ചെയ്യും. അനന്തരം ലക്ഷ്മി ദേവി തൻ്റെ ഭർത്താവുമായി സന്തോഷകരമായ ജീവിതം തുടരുന്നു. ഈ പുണ്യമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഭക്തലക്ഷങ്ങൾ വരുന്നതിൽ അത്ഭുതമുണ്ടോ? അത്രയ്ക്ക് മനോഹരമായ ഒരു കഥയല്ലേ ഇത്? സാങ്കല്പിക കഥകൾക്ക് യാഥാർത്ഥ്യങ്ങളെക്കാൾ ശക്തിയുണ്ട്. ഇത്തരം കഥകൾ മനുഷ്യരെ ഒരുമിപ്പിക്കുന്നു. ഒരു കഥയിൽ ലക്ഷങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചാൽ അവർക്ക് ഒരുമിച്ച് കൂടാൻ പിന്നെ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ടാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് രഥയാത്ര കാണാനായി ലക്ഷങ്ങൾ എത്തിയത്. ഇവിടം വരെ കാര്യങ്ങളൊക്കെ ഓക്കെയായിരുന്നു. തുടർന്ന് അങ്ങോട്ടാണ് പ്രശ്നം. ലക്ഷക്കണക്കിന് ഭക്തർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വേറെ ചില ഘടകങ്ങൾ കൂടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഭക്തൻ്റെ ആർത്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം. ഭക്തർ കൂടുന്നതിനനുസരിച്ച് അവരുടെ ആർത്തിയും കൂടുന്നു. ദൈവത്തിൻ്റെ അടുത്തെത്താനുള്ള ആർത്തിയിൽ കൂടെയുള്ളവരെ ഉന്തിത്തള്ളി ആരോഗ്യമുള്ള ഭക്തർ മുന്നോട്ട് കുതിക്കുമ്പോൾ ചില പാവങ്ങൾ താഴേക്ക് വീഴുന്നു. താഴെ വീഴുന്നവരെ ചവിട്ടിക്കുത്തി മറ്റുള്ളവർ. നിർദ്ധയത്വം, കാട്ടാളത്വം, ഭക്തിയുടെ വേറൊരു ലെവലാണ് നമ്മളവിടെ കാണുന്നത്. സീൻ മൊത്തം കോൺട്രാവും. പിന്നെ ആർത്തി ദൈവത്തെ കാണാനല്ല, എങ്ങനെയെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ഒരു ആർത്തിയാണ്. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല, കാത്തിരിക്കേണ്ട, നിനക്ക് നീ തന്നെ രക്ഷകൻ എന്ന് ചിന്തിക്കുന്ന ഒരു യുക്തിവാദിയായി ഭക്തർ മാറുകയാണ്. എല്ലാവരും ജീവന് വേണ്ടി പൊരുതുന്നു. ചിലർ അതിൽ ചാകുന്നു, ചിലർ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന പോലെ ജീവിച്ചിരിക്കുന്നു, ജീവച്ഛവമായി ഇരിക്കുന്നു. കുറേ പേർ രക്ഷപ്പെടുന്നു. ജൂൺ 29 പുലർച്ചെ 4 മണിക്കും 5-നും ഇടയ്ക്ക് ഗുണ്ടിച്ച ക്ഷേത്രത്തിൻ്റെ സമീപമുണ്ടായ ആ തിക്കിനും തിരക്കിനും പക്ഷേ ഇതല്ല കാരണം. അവിടെ രഥങ്ങൾ നിർത്തിയിട്ടിരുന്ന ശാരദാബലി എന്ന സ്ഥലത്ത് 3 ഭക്തർ മരിച്ചു. ഇവരെ പ്രതിഭാദാസ് 52 വയസ്സ്, പ്രേമകാന്ത് മൊഹന്തി 78 വയസ്സ്, ബസന്തി സാഗു 42 വയസ്സ്. അങ്ങനെ 3 പേരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 50-ൽ അധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. തിക്കും തിരക്കും മരണവും ഒന്നും പുരി രഥോത്സവത്തിന് പുത്തരിയല്ല. മുമ്പും പലതവണ സംഭവിച്ചിട്ടുണ്ട്. 2008-ലുണ്ട്, 2012-ലുണ്ട്, 2015-ലുണ്ട്. പക്ഷേ അമ്മായിയുടെ വീടായ ഗുണ്ടിച്ച ക്ഷേത്രത്തിന് സമീപം ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുന്നത് ഇതാദ്യമായാണ്. എങ്ങനെയാണ് ഈ സംഭവം വ്യത്യസ്തമാകുന്നത്? BJPയുടെ VIP കൾച്ചർ. അതാണ് ഇപ്പോൾ അമ്പലങ്ങളിൽ സംഭവിക്കുന്ന പല തിക്കിത്തിരക്കുകൾക്കും കാരണം. ജനക്കൂട്ടത്തിൻ്റെ സ്വാഭാവികമായ ചലനത്തെ VIP-കൾക്ക് കടന്നു പോകാൻ വേണ്ടി തടയുന്നു. അതിനായി കുപ്പിക്കഴുത്തുകൾ ഉണ്ടാക്കുന്നു. ഉദാഹരണമായി തിക്കിത്തിരക്കി വരുന്ന ഭക്തർക്ക് പോകാനുള്ള റോഡിന് 10 മീറ്റർ വീതിയാണ് ഉള്ളതെങ്കിൽ അതിൽ 5 മീറ്റർ VIP-കൾക്കായി ബ്ലോക്ക് ചെയ്യുന്നു.
കുംഭമേളയിൽ 82 പേരോളം ചവിട്ടുകൊണ്ട് മരിച്ചത് ഇങ്ങനെ ഉണ്ടാക്കിയ VIP-കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ തിരക്കിൽപ്പെട്ടാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേ VIP കൾച്ചർ തന്നെ BJP ഇവിടെയും പുറത്തെടുത്തു. ഇവിടെ എല്ലാവർക്കും പുറത്ത് കടക്കാനായി ഒരു പൊതു എക്സിറ്റ് ഗേറ്റ് ഉണ്ടായിരുന്നു. VIP-കൾക്ക് മാത്രമായി ഉപയോഗിക്കാൻ വേണ്ടി ആ ഗേറ്റ് അധികൃതർ അടയ്ക്കുകയാണ് ചെയ്തത്. അതോടെ സാധാരണ ഭക്തർക്ക് പുറത്ത് കടക്കാൻ തിരക്കേറിയ, അതായത് പ്രവേശിക്കുന്ന പാതയെ തന്നെ അകത്ത് കടക്കാനും ആശ്രയിക്കേണ്ടി വന്നു. ഇതെല്ലാം മാധ്യമങ്ങളോട് ദൃക്സാക്ഷികൾ പറഞ്ഞതാണ്. ഒരേ കോറിഡോർ ഇരുദിശകളിലും ഉപയോഗിക്കേണ്ടി വന്നതോടെ മുമ്പേ ഉണ്ടായിരുന്ന തിരക്ക് തിക്കിത്തിരക്കായി. ഇതോടൊപ്പം രഥമെത്താൻ വൈകിയതും പ്രശ്നമായി. വേറൊരു സംഭവം കൂടി ഇതിനോടൊപ്പം ഉണ്ടായി. പുലർച്ചെ 4:20 ആചാര സാധനങ്ങൾ കയറ്റിയ ട്രക്കുകൾ ഇവിടേക്ക് കടത്തിവിട്ടു. അത് വലിയ പ്രശ്നമായി. അതോടെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം തിക്കും തിരക്കും വന്ന് പലരും താഴെ വീണു. അവരിൽ 3 പേരാണ് ചവിട്ടേറ്റ് മരിച്ചത്. 50 പേർക്ക് പരിക്കേറ്റത്. ഭക്തിയുമായി ബന്ധപ്പെട്ട് കുംഭമേളയ്ക്ക് ശേഷം നടന്ന ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് ഹിന്ദു പത്രം എഡിറ്റോറിയൽ എഴുതി. അതിൽ അവർ ഒരു കാര്യം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സാധാരണക്കാർ മരിക്കാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഇന്ത്യയിലെ VIP സംസ്കാരം അവസാനിപ്പിക്കലാണ്. ഈ ഉള്ളവനും അതുതന്നെയാണ് അഭിപ്രായം. VIP-കൾക്ക് കൊടുക്കുന്ന പ്രിവിലേജുകൾ തുല്യത എന്ന സങ്കല്പത്തിൻ്റെ ലംഘനങ്ങളാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ പറയുന്ന പോലെ അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ VIP-കളെ കാണുമ്പോൾ കുനിയുന്ന ശിരസ് അത് സിസ്റ്റത്തിൻ്റെ അല്ല, പൗരൻ്റെ കുഴപ്പമാണ്. VIP-കളും മനുഷ്യരാണ്, അവർ ഞങ്ങളെപ്പോലെ ക്യൂ നിന്ന് കണ്ടാൽ മതി എന്ന് പറയുന്നതിന് പകരം സാറേ VIP-കൾക്ക് വേണ്ടി ഞങ്ങളെ എന്താ തടയാത്തത് എന്ന് ചോദിക്കുന്ന രീതിയിലെത്തിയ പൗരൻ, അതാണ് ഇന്ത്യൻ പൗരൻ. അവൻ പറയുന്നു പ്ലീസ് ഞങ്ങളെ തടയൂ, അവർ വേഗം പോകട്ടെ. ഇവരൊക്കെ പൗരരാണോ അതോ രാജാവിൻ്റെ കീഴിലെ പ്രജകളാണോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നത്തെ ലിബറൽ റെസ്പോൺസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.